നമസ്കാരം. ദില്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ വരികയാണ്. നാളെയാണ് യഥാർത്ഥ ഫലം വരുന്നതെങ്കിലും ഏതാണ്ട് കണക്കുകൂട്ടലുകളും ഏതാണ്ട് ചിത്രവും എക്സിറ്റ് പോളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. BJP ആണ് ഭരണത്തിൽ വരിക എന്ന് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 40 മുതൽ 60 സീറ്റുകൾ വരെ BJP നേടും എന്നാണ് ഇപ്പോൾ ഈ ഫലങ്ങളെല്ലാം ഒരുമിച്ച് അതിൻ്റെ ശരാശരി എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 2ാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി വരും. 3ാം സ്ഥാനം എന്ന് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന് ഭൂരിഭാഗം അഭിപ്രായ സർവേകളും പ്രവചിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗോൾഡൻ ഡക്ക് തന്നെയാണ്. കോൺഗ്രസിന് തലസ്ഥാന നഗരിയിൽ, രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഒരു സീറ്റും നൽകാൻ ദില്ലിയിലെ ജനങ്ങൾ തയ്യാറല്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നയുടൻ തന്നെ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇന്ന് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. രാഹുൽ ഗാന്ധി പറഞ്ഞത്, അതായത് അദ്ദേഹം നാളെ പറയുമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ്. അതായത് ദില്ലി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു, അവിടെ വോട്ടർ പട്ടിക ശരിയായിരുന്നില്ല, EVMകൾ അതിലേറെ പ്രശ്നമായിരുന്നു, ഇതെല്ലാം കൊണ്ടാണ് കോൺഗ്രസിന് സീറ്റ് കിട്ടാത്തത്, BJPക്ക് വിജയിക്കാൻ സാധിച്ചത് എന്നൊക്കെയാണ് ഇന്ന് പതിവ് പോലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തീർച്ചയായും എക്സിറ്റ് പോളുകൾ അവഗണിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനമെങ്കിലും എക്സിറ്റ് പോളുകളെ കോൺഗ്രസും ഉൾക്കൊണ്ടു എന്നുള്ളതിൻ്റെ തെളിവാണ്. സാധാരണ യഥാർത്ഥ ഫലം വരുമ്പോഴാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അവർക്ക് പ്രശ്നമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾക്ക് സൗജന്യമായി വോട്ടർ പട്ടിക നൽകിയതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം എത്ര വോട്ട് ഓരോ ബൂത്തിലും വന്നു എന്നതിൻ്റെ ആധികാരികമായ രേഖകൾ കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും, അല്ലെങ്കിൽ ഈ ഘട്ടങ്ങളിലൊന്നും യാതൊരു ആരോപണവും കോൺഗ്രസിനില്ല. മറിച്ച് വിജയിക്കില്ല, അല്ലെങ്കിൽ പരാജയപ്പെടും, വൻ തോൽവി ഏറ്റുവാങ്ങും എന്നൊക്കെ ഒരു ഘട്ടം വരുമ്പോഴാണ് EVMനും വോട്ടർ പട്ടികയ്ക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ഒരു ദിവസം നേരത്തെ എത്തിയിരിക്കുന്നു. അത് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് കാരണമെന്ന് നമുക്കറിയാം. കോൺഗ്രസിന് 0 സീറ്റാണ്. നാളെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരുപക്ഷെ തീർച്ചയായും എക്സിറ്റ് പോൾ ഫലങ്ങളാണ്. ഈ പ്രവചിക്കപ്പെട്ടതുപോലെയൊന്നും ആയിരിക്കില്ല ഒരുപക്ഷം യഥാർത്ഥ ഫലം. എക്സിറ്റ് പോളുകളിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്, എക്സിറ്റ് പോളുകൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥ ജനവികാരം ഒരു പക്ഷേ എക്സിറ്റ് പോൾ സർവേകളിൽ പ്രതിഫലിക്കാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാധ്യതകളെല്ലാം മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെ അപ്പാടെ അംഗീകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതായത് BJP വിജയിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ്, EVMകൾ ഹാക്ക് ചെയ്തുകൊണ്ടാണ്, വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തിയത് കൊണ്ടാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇന്ന് കോൺഗ്രസിൻ്റെ നേതാവും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഇന്ന് തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നം, അല്ലെങ്കിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോക്സഭയിൽ ആരോപിച്ചിരുന്നു. ആ ആരോപണം ഒരിക്കൽ കൂടി എടുത്തു പ്രയോഗിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഇത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ദേവേന്ദ്ര ഫഡ്നവിസ് അടക്കം രാഹുൽ ഗാന്ധിയുടെ ഈ വാദങ്ങളെ തള്ളിയിട്ടുണ്ട്. തോൽക്കുമെന്നാകുമ്പോൾ പറയുന്ന ന്യായീകരണങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്, തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികളെ മുൻനിര സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകും. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി എഴുതി തന്നെ നൽകാനാണ് കമ്മീഷന്റെ തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചു. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ പാടെ തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജനങ്ങൾ ദില്ലി വോട്ടെടുപ്പിലൂടെ തള്ളിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു ആരോപണം അത് ഉയർത്തിക്കൊണ്ടുവരിക നമ്മൾ പലതവണ കേട്ടതാണ്. അതാണ് ഈ EVMനെ കുറിച്ചുള്ള സംശയമുണ്ടാക്കുക. ഇപ്പോൾ ഒരു ഐറ്റം കൂടി കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നു. അത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്നതാണ്. എന്തായാലും അന്തിമ ഫലം വരുന്നതുവരെ, അല്ലെങ്കിൽ അന്തിമ ഫലം അറിയാൻ നാളെ ഏതാണ്ട് 10-11 മണി വരെ കാത്തിരിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ നിലപാട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.